അനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവതിരുനാമത്തിന് സ്തുതി. ന്യായാധിപന്മാർ 20-ാം അധ്യായം വിവരണം. 19-ാം അധ്യായത്തിൻ്റെ ഒരു തുടർച്ചയാണ് 20-ാം അധ്യായം. ഗിബെയയിലുള്ളവർക്കെതിരെ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ഒന്നു ചേർന്ന് ആലോചിച്ച് പ്രവർത്തിക്കുന്നതാണ് ഈ അധ്യായത്തിലെ. ഗിബെയ ബെഞ്ചമിൻ ഗോത്രത്തിനുള്ളിൽ ഉള്ള ഒരു സ്ഥലമാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇത്ര മ്ലേച്ഛമായ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 19-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. ദാൻ മുതൽ ബർശബ വരെയുള്ള ജനം മുഴുവനും ഗിലെയാദ് ദേശക്കാരും ഒന്നു ചേർന്ന് മിസ്പയിൽ ഒന്നിച്ചുകൂടി. ഈ രണ്ട് സ്ഥലങ്ങൾ ദാനും ബർശബയും അത് ഇസ്രായേലിൻ്റെ രണ്ട് ബൗണ്ടറീസാണ്. ഇവിടെ ദാൻ എന്ന് പറയുന്നത് ലായിഷ് പിടിച്ചടക്കിയതിന് ശേഷമാണ് ആ സ്ഥലത്തിന് ദാൻ എന്ന് പേരിട്ടത്. ജനപ്രമാണികളും എല്ലാ ഗോത്രങ്ങളുടെ നേതാക്കന്മാരും ഗഡ്ഗധാരികൾ എന്ന് വെച്ചാൽ കാലാൾപ്പട വിത്ത് സ്വാഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 4 ലക്ഷത്തോളം കാലാൾപ്പട ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി. ബെഞ്ചമിൻ ഗോത്രത്തിന് മിസ്പയിൽ കർത്താവിൻ്റെ ജനം ഒന്നിച്ചു കൂടിയെന്ന് മനസ്സിലായി. ഇസ്രായേൽ ജനത ഇത്ര വലിയ ക്രൂരത എങ്ങനെ സംഭവിപ്പിച്ചു എന്ന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവിനോട് ചോദിക്കുന്നു. ലേവിൻ അതിന് മറുപടി പറയാണ്, രാത്രി ഗിബെയയിൽ എത്തിയപ്പോൾ യുവലേവിനെ കൊല്ലാൻ ആളുകൾ വന്നെന്നും ഉപനാരിയെ മാനഭംഗപ്പെടുത്തിയെന്നും അങ്ങനെ അവൾ മരിച്ചു എന്നും അവളെ കഷ്ണങ്ങളാക്കി ഇസ്രായേൽ ജനതയുടെ അടുത്തേക്ക് കൊടുത്തയക്കുകയാണ്. ഇതൊരു തരത്തിലുള്ള റിവെഞ്ചാണ്. അതുകൊണ്ട് ഇസ്രായേലരെ നിങ്ങൾ തന്നെ ഇതിന് എന്താ റെസ്പോൺസ് എന്ന് പറയുക എന്ന് ചോദിക്കുന്നു. ഇസ്രായേൽ ജനം മുഴുവനും ഏക മനസ്സോടെ ശബ്ദം ചെയ്യുകയാണ്, ഗിബെയക്കാർക്കെതിരെ പ്രവർത്തിക്കാതെ വീടുകളിലേക്ക് മടങ്ങിപ്പോകില്ല എന്ന്. നറുക്കിട്ട് ആര് പോകണമെന്ന് തീരുമാനിക്കാം. യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും 100-ൽ നിന്ന് 10 പേര്, 1000-ൽ നിന്ന് 100 പേര്, 10,000-ൽ നിന്ന് 1000 പേര് എന്ന റേഷ്യോയിൽ ആളുകളെ ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്ത് ഈ തിരഞ്ഞെടുക്കുന്ന ജനത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം ഒറ്റക്കെട്ടായി നിന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലേക്ക് ദൂതന്മാരെ അയച്ചറിയിച്ചു, എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗിബെയയിലുള്ള നീചന്മാരെ അവർക്ക് വിട്ടു തരികയെന്ന് പറയുന്നു. ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കിക്കളയണം. ബെഞ്ചമിൻ ഗോത്രക്കാർ മറ്റ് ഇസ്രായേൽ ജനത്തിൻ്റെ വാക്ക് വകവെച്ചില്ല. ബെഞ്ചമിൻ ഗോത്രം യുദ്ധം ചെയ്യാൻ പട്ടണങ്ങളിൽ നിന്ന് ഗിബെയയിൽ ഒന്നിച്ചുകൂടി. ഗിബെയയിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട 700 പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. ഇതിന് പുറമെ വാളെടുക്കാൻ പറ്റിയ 26,000 ബെഞ്ചമിൻ ദേശത്തു നിന്നുള്ളവരുണ്ടായിരുന്നു. ഇവരിൽ പ്രഗത്ഭരായ 700 പേര് ഇടതുകൈയന്മാരായിരുന്നു. മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ 4 ലക്ഷം കാലാൾപ്പട, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനം ബഥേലിലെത്തി. തങ്ങളിൽ ആരാദ്യം പോകണമെന്ന് അവർ കർത്താവിനോട് ചോദിക്കുകയാണ്. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, യൂദാ ഗോത്രത്തിനാണ് എപ്പോഴും പ്രിഫറൻസ് കർത്താവ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെ യൂദാ ആദ്യം പോകട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. ഫസ്റ്റ് വാറ് 22,000 പേര് ഇസ്രായേൽ ജനത്തെ ബെഞ്ചമിൻകാർ അരിഞ്ഞു വീഴ്ത്തുകയാണ്. ഇസ്രായേൽ ജനം ധൈര്യം സംഭവിച്ചു. കർത്താവിൻ്റെ മുമ്പിൽ അവർ കരഞ്ഞു. വീണ്ടും കർത്താവിനോട് ചോദിച്ചു. 2-ാം ദിവസം, അതായത് സെക്കൻഡ് വാറാണ് തുടങ്ങുന്നത്. കർത്താവ് പറഞ്ഞ പോലെ ചെയ്തു. ഇവിടെ 18,000 ഇസ്രായേൽക്കാരെ വധിച്ചു. അപ്പോൾ 2 സ്റ്റെപ്പിലും, ഫസ്റ്റ് വാറിലും സെക്കൻഡ് വാറിലും ഇസ്രായേൽ തോൽക്കുകയാണ്. ആദ്യം 22,000 പേരെ നശിപ്പിക്കുന്നു, പിന്നത്തെ സെക്കൻഡിൽ 18,000 നശിപ്പിക്കുന്നു. വീണ്ടും അവർ പ്രത്യാശ കൈവിടുന്നില്ല.
വീണ്ടും അവർ ബഥേലിൽ വന്ന് കരയാണ്. അവർ കർത്താവിൻ്റെ മുമ്പിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. വീണ്ടും കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കുന്നു. ബഥേലിൽ ആണല്ലോ കർത്താവിൻ്റെ വാഗ്ദാന പേടകം സ്ഥിതി ചെയ്തിരുന്നത്. വീണ്ടും യുദ്ധത്തിന് കർത്താവിനോട് ചോദിക്കുക, യുദ്ധത്തിന് പുറപ്പെടുക വേണ്ടേ അതോ പിന്മാറണോ എന്ന് കർത്താവിനോട് ചോദിക്കുന്നു. അഹ്റോൻ്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ ഫെനഹാസാണ് അന്ന് പുരോഹിത ശുശ്രൂഷ നടത്തിയിരുന്നത്. ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്കിവിടെ ശക്തമായിട്ട് കാണാൻ സാധിക്കും. നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് കർത്താവ് അവരോട് പറയുകയാണ്. ആ ആത്മവിശ്വാസം കൊണ്ട് അവർ പ്രൊസീഡ് ചെയ്യാണ്. പോകുന്ന പെരുവഴികളിൽ വെച്ചും അവർ കൊല തുടങ്ങി. 30ഓളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു. ബാൽ തമാറിൽ അവർ അണിനിരന്നു. ഗേബാക്ക് പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഇസ്രായേലിലും ബാൽ തമാറിലേക്ക് ഓടിക്കൂടി. ഗിബയായ്ക്ക് എതിരായിട്ട് 10,000 പേരെ അണിനിരന്നു. ഇവിടെ 25,100 പേരെ ഇസ്രായേൽക്കാർ വകവരുത്തി. ബെഞ്ചമിൻ ഗോത്രക്കാരെ കർത്താവ് പരാജയപ്പെടുത്തി. ഇവിടെ കർത്താവിൻ്റെ ശക്തമായിട്ട് ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങൾ പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കി ഗിബയായ്ക്ക് ചുറ്റും പതിയിരുന്നവർ പട്ടണം മുഴുവൻ വാൾനിരയാക്കി. ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു പുകപ്പടലം ഉയർത്തണമെന്ന് തമ്മിൽ ഒത്തിട്ടുണ്ടായിരുന്നു. പട്ടണം മുഴുവൻ നശിപ്പിച്ച് തീ കൊളുത്തും. പോയ ഇസ്രായേൽക്കാർ തിരിച്ച് യുദ്ധക്കളത്തിലേക്ക് വരുമെന്നാണ് ധാരണ. പട്ടണത്തിൽ നിന്ന് തീ ഉയർന്നപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി. പട്ടണം കത്തുന്നത് അവർ കാണുക. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു. യുദ്ധവീരന്മാരായ 18,000 ബെഞ്ചമിൻ ഗോത്രക്കാർ ഇവിടെ നിലംപതിക്കുന്നു. ശേഷിച്ചവർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി. അവരിൽ 5,000 പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ ഗിദോം വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തു. അവരിൽ 2,000 പേരും കൊല്ലപ്പെട്ടു. അപ്പോൾ മൊത്തം ഇവിടെ 18,000 ഫസ്റ്റിൽ, രണ്ടാമത് 5,000, അപ്പോൾ 18 5 23 പിന്നെ ലാസ്റ്റ് 2,000 പേര്, അങ്ങനെ 25,000 പേർ മൊത്തം വധിക്കപ്പെട്ടു. ശേഷിച്ച 600 പേര് റിമോണിൽ 4 മാസക്കാലം അവർ ഒളിവിൽ താമസിച്ചു. യുദ്ധം കഴിഞ്ഞ് ഇസ്രായേൽ തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിക്കുകയാണ്. മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് അവർ പട്ടണങ്ങൾക്ക് തീവെച്ചു. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.